ഉരുക്ക് എന്ന ചിത്രത്തിന്റെ ഡയറക്ടറും അതുപോലെ തന്നെ അതിലൊരു പ്രധാന കഥാപാത്രമായിട്ട് അഭിനയിച്ച സുബിൻ ടാർസൻ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അതുപോലെ ഡയറക്ടർ അഭിജിത്ത്. വെൽക്കം ടു ദി ഷോ. നമസ്കാരം. ഇപ്പോൾ സിനിമയുടെ എല്ലാ ചിത്രീകരണങ്ങളെല്ലാം പൂർത്തിയായി സിനിമ റിലീസിനോട് അടുക്കുമ്പോൾ ഒരു ഡയറക്ടർ എന്നുള്ള നിലയിൽ ടെൻഷൻ ഉണ്ടോ? തീർച്ചയായിട്ടും ടെൻഷനുണ്ട്. ഈ പറയും പോലെ ഇപ്പം ഓരോ ഇൻ്റർവ്യൂസ് കാര്യങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക, അതുപോലെ ഇപ്പം തിയേറ്റർ ലിസ്റ്റ് ഇപ്പോൾ ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക, അങ്ങനെ ടോട്ടൽ ടെൻഷനാണ്. ഒരു 3 ദിവസമായിട്ട് കിളി പോയ അവസ്ഥയിലാണ്. കിളി പോയി. അതെ. സുബിൻ ടെൻഷൻ ഉണ്ടോ? എനിക്ക് ടെൻഷനൊന്നുമില്ല. എനിക്കൊരു ടെൻഷനും ഇല്ല. ഫുൾ കോൺഫിഡൻസിലാണ് വർക്കും ചെയ്തത്. ജലദോഷം ആ ഒരു പ്രശ്നമേ ഉള്ളൂ. അതെനിക്ക് തരരുത്. ഇവന് 3 ദിവസമായിട്ട് കിളി പോയെന്നാ. 3 ദിവസമായിട്ട് എക്സ്ട്രാ ഉള്ള 2 കിളിയും കൂടെ പോയെന്നേ ഉള്ളു. ഇതിനു മുമ്പേ കിളി പോയിരിക്കുന്നത്. ഞാനവന് ഫ്രണ്ട്സാ, നമുക്ക് പണ്ടോട്ടേ അറിയാം. നമ്മൾ അതുമല്ല എൻ്റെ ഒരു വർക്കിനും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു ആർട്ടിസ്റ്റ് സംവിധായകൻ ബന്ധമൊന്നുമല്ല, ഫ്രണ്ട്ലി. ആ അതെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് എൻ്റെ പടത്തിൽ അഭിനയിച്ചപ്പോൾ എനിക്ക് ഒരു തരത്തിലുള്ള ടെൻഷനും ഇല്ലായിരുന്നു, ഒരു ബഹുമാനവും ഇല്ലായിരുന്നു. ഒരു ബഹുമാനം ഇല്ലായിരുന്നു, ഇപ്പോഴും ഇല്ല. ഭയങ്കര നമ്മൾ ഭയങ്കര കംഫർട്ടായിരിക്കുമല്ലോ. മറ്റത് നമ്മൾ ഇപ്പോൾ വേറെ സിനിമയ്ക്ക് എന്തെങ്കിലും വിളിച്ച് പറയും, ഇത് എന്തെങ്കിലും പറയാൻ നമുക്ക് വിഷമം വരില്ല. ശരിയടാ അങ്ങനെ പറയും. ഇവിടെ എനിക്ക് പേടിയുണ്ട് എന്തിനും ഇട്ടിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ വരില്ല. ഇവന്റെ പടത്തിന്റെ സമയത്ത് എനിക്ക് വേറൊരു പടം കൂടെ ഉണ്ടായിരുന്നു. അതായത് ഇവന്റെ സിനിമയുടെ അന്നത്തെ ഷൂട്ട് കഴിഞ്ഞിട്ട് പിറ്റേന്ന് വെളുപ്പിന് ഇടുക്കിയിലായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പോൾ ആ ടീമിൽ നിന്ന് അവർ ക്യാബ് അയച്ചിട്ടിട്ടുണ്ട്, വണ്ടി ഒന്ന് പുറത്ത് കിടക്കുകയാണ്. പക്ഷേ ഇതിന്റെ ഷൂട്ട് വിചാരിച്ചാണെങ്കിൽ തീരല്ല. അത് ഒരു പ്രധാന ഒരു പരിപാടിയും കൂടെ ആയിരുന്നു, ഒരു മെയിൻ സീനായിരുന്നു. ഈ കൈ മുറിഞ്ഞത് അതാണ്. എനിക്ക് നൈറ്റ് അവിടെ പോകേണ്ട ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഫസ്റ്റ് എയ്ഡ് ചെയ്തിട്ട് അങ്ങ് പോയി. എന്നുവെച്ചാൽ ഒരു ഗ്ലാസ് ഇടിച്ച് പൊട്ടിക്കുന്ന ഒരു സാധനമാണ് അത്. അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്. ഗ്ലാസ് 2 മാത്രമേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളൂ. ഈ 2 ഗ്ലാസ് പിടിച്ച് പൊട്ടിക്കുന്നതിൽ നമുക്ക് കറക്റ്റ് സാധനം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പുതിയ ഗ്ലാസ് വാങ്ങാൻ പറ്റത്തില്ല. ഷൂട്ട് അടുത്ത ദിവസത്തേക്ക് വെക്കണം. അടുത്ത ദിവസത്തേക്ക് വെക്കണമെങ്കിൽ ഞാൻ അവൈലബിൾ അല്ല. ഞാൻ പിറ്റേ ഈ കാറിൽ കയറി, അതായത് ഇവന്റെ പാക്കപ്പ് വിളിച്ച ഉടനെ അടുത്ത വണ്ടി കയറിയിട്ട് പിന്നെ ഞാൻ 1 മാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. എല്ലാം കൊണ്ടും ടെൻഷനായിരുന്നു. ദൈവമേ ഇടിച്ച് പൊട്ടിക്കണം. അപ്പൊ ഗ്ലാസ് ആണെങ്കിൽ പൊട്ടണില്ല. എത്ര ഇടിച്ചിട്ടും പൊട്ടല്ല. അങ്ങനെ ആദ്യത്തെ ഡാമേജ് ആയി, ഒന്നും ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പൊട്ടിക്കണം. റിയാക്ഷൻ. ആദ്യത്തെ ഗ്ലാസ് ഇടിച്ചപ്പോ മനസ്സിലായി അത് മറ്റേ ഡമ്മി സാധനമല്ല. സാധാരണത്തെ ഗ്ലാസ് ആണെങ്കിൽ ചെറിയൊരു തട്ടില് അത് നമുക്ക് പരിക്കൊന്നും പറ്റത്തില്ല. ഇത് അങ്ങനത്തെ ഗ്ലാസ് അല്ല, നോർമൽ ഗ്ലാസ് ആണ്. വരഞ്ഞൊക്കെ വെച്ചേക്കുന്നേ ഉള്ളു. 2 കൽപ്പിച്ച് ഇടിക്കുക. ചിലപ്പോ കയ്യിൽ ഇത് കയറി. ഞാൻ ചെയ്യുന്നതിന് മുമ്പേ പറഞ്ഞു. ഇല്ല, ഡയറക്ടർ എന്നെ സൂചിപ്പിച്ചില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആർട്ടുകാർ കൊണ്ടുവന്നത് ഇങ്ങനെ പൊട്ടണ ടൈപ്പ്. യവനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചു വെച്ചിരുന്നത്, അത് പൊട്ടുന്ന ടൈപ്പാണ്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത്. ആദ്യത്തെ ക്ലാസ് തൊടുന്നതിന് മുന്നേ നമ്മൾ എവിടെയാണ് അടിക്കേണ്ടതെന്ന് തൊട്ട് നോക്കുന്നത്. തൊടലേ പൊട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പറയും. അപ്പൊ നമ്മൾ ചോദിച്ചു ഓക്കെ പൊട്ടുന്ന ക്ലാസ്. അപ്പൊ ആദ്യത്തെ ക്ലാസ് അങ്ങനെ അടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പറയാം, അഭിജിത്തെ ഇത് മറ്റേ ഡെമോ സാധനം അല്ല, ഇത് പൊട്ടി, ഇത് കൈ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആകപ്പാട ഒരു ധർമ്മസങ്കടത്തിലായി. അപ്പൊ പറയാം എന്തായാലും ചെയ്യാം. അവിടെയാണ് കൂട്ടുകാരൻ വന്നത്. എന്തായാലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇത് ഇടിച്ച് പൊട്ടിക്കണ കട്ടല്ല, ഇടിച്ച് പൊട്ടിച്ചിട്ട് ഒരു തീരടുത്ത ഒരു ഡയലോഗ്, ഒരു മുഴുനീള ഡയലോഗും പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോണം. അവിടെയാണ് കട്ട്. സിംഗിൾ ഷോട്ട്, സിംഗിൾ ഷോട്ട്. ഡോർ കയറി വരുന്നു, ഇത് ഇടിച്ച് പൊട്ടിക്കുന്നത്, കൈ ഇതാകുന്നു. യഥാർത്ഥമായിട്ട് കൈ മുറിയുന്നതായിട്ട് കാണിക്കണം. കൈക്കകത്ത് ബ്ലഡ് എന്നുള്ള സാധനം വെച്ചിട്ടുണ്ട്. ഇടിക്കുമ്പോഴത്തേക്കും ഇത് എനിക്ക് ബ്ലഡ് പറഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. വല്ലാത്ത ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഡോറ് തുറന്ന് കയറി വരുന്നു, ഇത് ചെയ്യുന്നു, ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുന്നു, ഒറിജിനലായിട്ട് കൈ മുറിയുന്നു. ഇത് കേൾക്കാതെ തന്നെ കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നു.
അപ്പൊ ഇത് എന്റെ ഒറിജിനൽ കൈ മുറിയാണെന്ന് ഇവർ അറിയില്ല. പക്ഷെ എനിക്കറിയാമല്ലോ, എനിക്ക് വേദന എടുക്കുന്നുണ്ടല്ലോ. കൈ മുറിയിട്ട് ഞാൻ ഇങ്ങനെ ഡയലോഗ് ഫുള്ള് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങിപ്പോയി. ഒരു കട്ട് വിളിച്ച് ഞാൻ ദൈവമേ ഓക്കെ ഷോട്ട് അറിയണേ, എന്താ കളിയാ ഓക്കെ ഷോട്ട് കളിയാ, ഒരു സമാധാനം. കൈ മുറിയാ. അവിടെയുള്ള എല്ലാവർക്കും വിഷമമായി, ഭയങ്കര വിഷമമായി. ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഞാൻ അപ്പോഴേ ജസ്റ്റ് കൈ എന്ന് വെച്ചിരുന്നു. രാമൻ എന്ന് പറഞ്ഞ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പോയി അവിടെ. ഇവൻ നമ്മള് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറഞ്ഞില്ല, നമ്മൾ പോകുന്ന വഴിക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട്. കാരണം അവര് വിളിച്ചോണ്ടിരിക്കുന്നു. അവരുടെ അടുത്ത് പറഞ്ഞ ടൈമും കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അല്ല ഡയറക്ടർ സാർ ഇത് കേൾക്കണം, ആൾക്കാർ ലൊക്കേഷൻ ടു ലൊക്കേഷൻ ഓടി തുടങ്ങി ഇവിടെ. അന്നിച്ചിരി മാറി ഓടിയതേ ഉള്ളൂ, ഇത്രയ്ക്ക് ഓടിയതല്ല. എനിക്ക് ഇത്ര ടൈം തന്നിട്ടുണ്ടായിരുന്നു, ആ ടൈമിനുള്ളിൽ ക്ലിയർ ചെയ്യാം. എങ്ങനെ പോകുന്നു സിനിമയിലേക്ക്? എനിക്ക് തോന്നുന്നു ഒന്നിലധികം സിനിമകൾ ഇപ്പൊ വർക്ക് ചെയ്തിട്ടുണ്ട് സുബിൻ. ഇപ്പൊ ഒരു 7 പടമായി, എല്ലാ പടവും ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് എൻ്റെ അടുത്ത് ആര് ചോദിച്ചാലും ഈ ലൊക്കേഷനിലാണ് ആ ലൊക്കേഷനിലാണെന്ന് പറയണല്ലാതെ സിനിമ ഒന്നും ഇറങ്ങല്ല. സംഗതി എല്ലാം ഇതുപോലെ പണിപ്പുരയിലൊക്കെയാണ്. അപ്പോൾ ഇനി ഒരുപാട് കഥാപാത്രങ്ങളുടെ സുബിനെ കാണാൻ പറ്റും റീൽസിലല്ലാതെ സിനിമയിൽ. തീർച്ചയായിട്ടും സുബിൻ നല്ല ഒരു ഉടനീള ക്യാരക്ടർ ചെയ്യുന്ന സിനിമകൾ വരാനുണ്ട്. ഇതിന്റെ അകത്തും ഇപ്പൊ ഇതുവരെ ചെയ്തതിന് ഒരു മാറ്റം ഉറപ്പായിട്ടും സുബിനുണ്ട്. റീൽസിൽ കൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി സുബിൻ ദാസൻ ആണെങ്കിലും ആടലോടകം എന്ന് പറഞ്ഞ ടീമാണെങ്കിലും എല്ലാവർക്കും ഫേവറേറ്റ് ആയിട്ട് മാറുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരുമിച്ച് കൂടിയെന്നുള്ളൊരു കഥ അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എടാ ഇത് നീ മാത്രമേ ഇനി അറിയാവുള്ളൂ, ഫോർമാലിറ്റി ആയിട്ട് പറയാം. ആടലോടകം എന്നുള്ള ചാനലുണ്ട് ബ്രോ. അപ്പം നമ്മളതിൽ ഒരു ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം ട്രിവാൻഡ്രം ബേസ് ചെയ്തിട്ടുള്ള സ്ലാങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ആർട്ടിസ്റ്റുകളെ വേണമെന്നുള്ള സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ അന്ന് ടിക്ടോക്കിൽ സെർച്ച് ചെയ്തപ്പോൾ സച്ചു അനീഷൊക്കെയാണ് ട്രിവാൻഡ്രം സ്ലാങ് കൈകാര്യം ചെയ്യുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്. അങ്ങനെ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്ത് അവരെ വെച്ച് ഞാൻ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത്. ആ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അന്നൊരു ഒരാഴ്ചയോളം അവരെൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് നമ്മളൊരു വൈബ് കണക്റ്റായി. കാരണം നമ്മൾ പറയുന്ന ഹ്യൂമർ, നമ്മൾ പറയുന്ന കോമഡി പറഞ്ഞു തുടങ്ങുമ്പോൾ ചിരിക്കുന്ന ആൾക്കാർ നമ്മുടെ വൈബിനത്തെ ആൾക്കാരാണ്. കാരണം നമ്മൾ എവിടെ അവസാനിപ്പിക്കുമെന്ന് അവർക്ക് അറിയാമെന്നുള്ളതുകൊണ്ടാണ് അവർ ചിരിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ആ ഒരു വൈബായിരുന്നു. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ അവരും അതെ. അപ്പോൾ സച്ചു അനീഷൊക്കെ അങ്ങനെ. അപ്പോൾ നമുക്ക് അങ്ങനെ ആയപ്പോഴത്തേക്ക് പിന്നെ നമ്മളങ്ങ് ഒരുമിച്ച് സെറ്റായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പിന്നെ എല്ലാ പരിപാടിക്കും ഒരുമിച്ചായിരുന്നു. ഇപ്പൊ അഭിജിത്ത് ആണെങ്കിൽ ഇവരുടെ കൂടെ കൂടുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് പേഴ്സണലി അറിയുന്ന ആൾക്കാരും കൂടെയാണ്. അപ്പോൾ ആ ടൈമിൽ നിന്ന് ഇതുവരെയുള്ള സുബിന്റെ ഒരു ജേർണി നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഡു യു ഫീൽ ആസ് എ ഡയറക്ടർ ആൻഡ് എ ഫ്രണ്ട്? സത്യം പറഞ്ഞാൽ അവൻ്റെ ഇപ്പം ഫൈനലി പടം ചെയ്ത പടങ്ങളുടെ പേര് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്കത് പേഴ്സണലി അറിയാം, അവൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ നമ്മളെ കൂടെ ഉള്ള ഒരാൾ കയറിപ്പോകുന്ന അവൻ്റെ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, അത് കാണുന്നതിൽ ഭയങ്കര സന്തോഷമാണ്. സത്യം പറഞ്ഞാൽ അതിൽ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എൻ്റെ സിനിമയിലും അവനൊരു ഇത് കൊടുക്കാൻ പറ്റും. അത് നമ്മുടെ പ്രൊഡ്യൂസറിൻ്റെ ഒരു സപ്പോർട്ടോട് കൂടിയാണ്. ഇപ്പം എല്ലാവരും കൊടുക്കണമെന്നില്ല. അപ്പം ഞാനിങ്ങനെ പറയുകയും നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് തന്നെ ഞാൻ അവനെ കണ്ടിട്ടും കൂടെയാണ് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നത്. അപ്പോൾ അത് അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കാൻ പറ്റുന്നുള്ളത് എനിക്കൊരു അഭിമാനമുള്ള കാര്യം. അതും തിയേറ്റർ റിലീസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരെ നോക്കിക്കഴിഞ്ഞാലും തിരുവനന്തപുരം എന്ന് പറയുന്ന സ്ഥലത്തിനൊരു ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എങ്കിലും പല സ്ഥലങ്ങളിലും ഇപ്പോൾ തിരുവനന്തപുരംകാരുടെ സ്ലാങ്, തിരുവനന്തപുരംകാരുടെ രീതികൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് മീൻസ് ഒരുപാട് ആൾക്കാർ കുറ്റം പറയുന്നുണ്ട്. അപ്പോൾ അതിനെ ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ സുബിൻ എന്താണ് പറയാനുള്ളത്? ട്രിവാൻഡ്രം സ്ലാങ് പല ടൈപ്പാണ് ബ്രോ. എല്ലാവർക്കും ഇഷ്ടക്കേടൊന്നുമില്ല. നമ്മുടെ സംസാരം കേട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതെ, പെട്ടെന്ന് ട്രിവാൻഡ്രം സ്ലാങ് ആണ്. അത് ട്രിവാൻഡ്രം സ്ലാങ് തന്നെ പലതരത്തിലുണ്ട് ബ്രോ. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരുവിധം നോർമലി കൂടുതൽ ഒരു 70% ആൾക്കാർ ഇതുപോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. പിന്നെ മറ്റേ കുറച്ചൊരു കുറുക്കലുകളൊക്കെ വരുമ്പോൾ അതിനെ മാത്രം എടുത്തിട്ട് അതാണ് ട്രിവാൻഡ്രം എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരെ ഉണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്നതൊക്കെ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഇപ്പം ഞാനിപ്പോൾ എറണാകുളത്താണ് താമസം. അവിടെയുള്ള എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്കൊക്കെ ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറയാറുണ്ട്, എൻ്റെ അടുത്ത് വെറുതെ സംസാരിച്ചിരുന്നാൽ തന്നെ സമയം പോകുമെന്നൊക്കെ പറയാറുണ്ട്. അതായത് നമ്മൾ തമാശയൊന്നും പറയണ്ട, നമ്മളെ ചില നമ്മൾ സീരിയസ് ആയിട്ട് പറയുന്നതിൽ ചില വാക്കുകളുണ്ട് അവർ ഉപയോഗിക്കാത്ത, എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. കേട്ടിട്ട് അതെന്താ നിളിയാ അന്ന് ചോദിക്കും. അവർക്ക് ഭയങ്കര കൗതുകമാണ് ശരിക്കും ഇങ്ങനത്തെ വാക്കുകൾ. ഇപ്പൊ നമ്മള് ഇപ്പോ ഒരു കൊച്ചി ആകാശ പോയി കഴിഞ്ഞാല്
നമ്മളെ തുറപ്പയില്ലേ, തുറപ്പന ഒരു ചൂലെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ തുറപ്പെന്ന് പറയുമ്പോ നമുക്ക് എത്രയൊക്കെ നമ്മളിപ്പം ചൂലെന്നൊക്കെ പറയാൻ ശ്രമിച്ചാലും നമുക്ക് തുറപ്പ് തന്നെയാണ്. തുറപ്പായി അശ. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു എക്സൈറ്റ് ചെയ്യിപ്പിച്ച കുറച്ച് വാക്കുകൾ പറയാൻ പറഞ്ഞ അങ്ങനത്തെ വേർഡ്സ് ഉണ്ടാവും നമ്മളെപ്പോഴും യൂസ് ചെയ്യാം. പിന്നെ നമ്മളുടെ വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില സ്ഥലത്തൊക്കെ പോയി എത്ര സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കാൻ ശ്രമിച്ചാലും ചില സമയത്ത് ഇതൊക്കെ വരും, നമ്മളുടെ സാധാരണ ഉള്ള രീതിയും വരും. ഒരു വൈബിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോർമൽ രീതിയിൽ സംസാരിക്കും. അപ്പോൾ ഒരു പുതുമുഖ സംവിധായകൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ചലഞ്ചസുകൾ ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഒരുപാട് ഫേസസ്, ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ മുഖം രക്ഷിക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളെ വിശ്വസിച്ച് വരുന്ന ഒരു പ്രൊഡ്യൂസറെ നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചുമതലകൾ കൂടെ ഉള്ളൊരു പൊസിഷനാണ് ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അഭിജിത്ത് എങ്ങനെയായിരുന്നു ആ ഒരു സ്ട്രഗിളിലൂടെ എല്ലാം കടന്നുപോയി? ഇത് കുട്ടിക്കാലം മുതലുള്ള ഒരു ആഗ്രഹം നല്ലൊരു ഡയറക്ടർ ആകുമെന്ന് പറയുന്നത്. എൻ്റെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കുകൾ നാട്ടിലുള്ള ആൾക്കാർ ചെയ്യുന്നത് കാണുന്ന സമയത്ത് നമുക്കൊരെണ്ണം ചെയ്യണം എന്ന് തോന്നി. അപ്പോൾ ആ സമയത്തെല്ലാം നമ്മൾ ഈ ഫീൽ ഗുഡ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്ത് നന്മമരം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഈ പറഞ്ഞാൽ പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നന്മയായിട്ട് മാത്രമേ നടക്കാൻ പറ്റും, നന്മ മാത്രം കാണിച്ച് പോകണം. അപ്പം അതിൽ നിന്ന് നമ്മളുടെ ഒറിജിനൽ സാധനം നമ്മളിങ്ങനെ മറച്ച് വെച്ച് പോകുന്നതായിട്ടൊരു ഫീൽ കുറച്ച് കഴിഞ്ഞ് വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ഞാനൊരു ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ചെയ്തു. അപ്പോൾ അതിൽ അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു കംപ്ലീറ്റ് നന്മയും കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഒരു ത്രില്ലർ പരിപാടി ചെയ്തത്. അപ്പം അതിന് മുന്നേ നന്മ പോയി എന്നുള്ളതല്ല, ആൾക്കാർ ഇപ്പം നന്മ കാണിച്ചാൽ മാത്രമല്ല വിശ്വസിക്കുക, അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു. കേറിയിട്ടും കുറച്ച് നന്മയില്ലാത്തതൊക്കെ പറയുന്നുണ്ടെന്ന് അറിയും. അപ്പോൾ ക്ലബ് ഹൗസ് ഒരു ത്രില്ലർ സീരീസാണ്. അപ്പോൾ അത് ചെയ്തിട്ട് അതിൻ്റെ റെസ്പോൺസ് ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇങ്ങനത്തെ കണ്ടന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും തോന്നി. അങ്ങനെയാണ് നമ്മൾ ഈ കോവിഡ് ടൈമിൽ സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് തന്നെയാണ് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്, എൻ്റെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പം അത് കംപ്ലീറ്റ് ആയി. അത് കഴിഞ്ഞിട്ട് ബ്രോ പറഞ്ഞൊരു 4 വർഷത്തോളം ഞാൻ പല ആർട്ടിസ്റ്റുകളെയും പല പ്രൊഡ്യൂസേഴ്സിനെയും കണ്ടു. എനിക്ക് തോന്നുന്നൊരു 20 അടുപ്പിച്ച് പ്രൊഡ്യൂസേഴ്സിനെയും അടുപ്പിച്ച് തന്നെ ആർട്ടിസ്റ്റുകളെയും കാണുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ പോയിട്ടും മീറ്റിംഗ് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഒരു നമ്മൾ 2 മാസം വെയിറ്റ് ചെയ്താണ് ഒരു മീറ്റിംഗ് കിട്ടുന്നത്, ഒരു ഡേറ്റ് അപ്രൂവ് ചെയ്ത് കിട്ടുന്നത്. അപ്പം ഏറ്റവും ടോപ്പായിട്ട് കാണാൻ പറ്റിയത് മമ്മൂക്കയും അതുപോലെ താഴേക്കെന്നുള്ള രീതിയിലല്ല, നമ്മൾ ഇത് വെച്ചിട്ട് അങ്ങനത്തെ ആർട്ടിസ്റ്റുകളൊക്കെ കാണാൻ പറ്റിയിട്ട് ഉണ്ണി മൂന്നിനെ സംസാരിച്ചു, അമിച്ചക്കാലയ്ക്ക് സംസാരിച്ചു, നേരിട്ട് പോയി തന്നെ സംസാരിച്ചു. മമ്മൂക്കി നേരിട്ടല്ല കണ്ടത്, ജോർജേട്ട വഴി കാണുന്നു. അപ്പോൾ അത് തന്നെ വലിയ സന്തോഷമാണ്. നമുക്ക് നമ്മളെപ്പോൾ ഒരാളുടെ സ്റ്റോറി കേൾക്കാൻ വേണ്ടിയിട്ട് അവർ ഇരുന്ന് തരിക എന്ന് പറയുന്ന സന്തോഷം. അപ്പോൾ ആ രീതിയിലായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു രീതിയിൽ ആർട്ടിസ്റ്റ് കൺഫേം ആകുമ്പോഴത്തേക്കും പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇഷ്യൂ, പ്രൊഡ്യൂസർ വരുമ്പോഴത്തേക്കും ആർട്ടിസ്റ്റിൻ്റെ വാല്യൂ. അത് രണ്ടും നമുക്ക് എപ്പോഴും സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഉറപ്പായിട്ടും ഇവരെല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ. അതെ. അപ്പോൾ ഫൈനലി ഞാൻ തീരുമാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ആൾക്കാർ, നമ്മുടെ കണ്ടന്റ് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടന്റാണ്, ഒരു ത്രില്ലർ പരിപാടിയാണ്. അപ്പോൾ അതിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം, ഇവരൊക്കെ തന്ന ഒരു സപ്പോർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വിചാരിച്ചു നമ്മളെ പുതിയൊരു ടീം ഡെവലപ്പ് ചെയ്ത്, നമ്മുടെ ടീമുണ്ട് എന്തായാലും, അതിൻ്റെ കൂടെ പുതിയ കുറച്ച് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഒരു പ്രോജക്റ്റ് പിച്ച് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടുള്ള പ്രദീപും അഖിലും ഉണ്ട്. ഞാൻ അവരെ സംസാരിച്ചപ്പോൾ ഈ പറഞ്ഞ ഷാജി പുല്ലാനെന്ന് പറഞ്ഞ ആളെ പുള്ളിക്കറിയാം, ഒരു കുഞ്ഞു സീരിയലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു പുള്ളി ഫണ്ട് ചെയ്യാം എന്ന് പറയുകയും വളരെ സഡൻ ചെയ്യേണ്ട ആവശ്യം വരികയും പെട്ടെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് മാത്രം സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നടന്നു. ഈ പറഞ്ഞ അനിലേട്ടൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിലേക്ക് ജോയിൻ ചെയ്യുന്നു, ബാക്കി ആൾക്കാരെ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കളക്ട് ചെയ്തെടുക്കുന്നു. വലിയൊരു സ്ട്രഗിളായിരുന്നു, പറയുമ്പോൾ വളരെ ഈസിയാണ്. പക്ഷേ ആ ഒരു ടൈം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കാസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ട് ഷൂട്ടിംഗ് വരെ പ്ലാൻ ചെയ്യുന്ന ഒരു 20 ദിവസത്തിലാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നില്ല ഒരു സിനിമ, മലയാള സിനിമയിൽ പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന്. ഞാൻ ഈ സബ്ജക്റ്റ് അനിലേട്ടന് സംസാരിച്ച് 2 ആഴ്ചയ്ക്കുള്ളിൽ സിനിമ ഓണായി. അപ്പോൾ അത്ര പെട്ടെന്നാണ് സിനിമ ഓണായത്, വളരെ വളരെ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ പ്ലാൻഡ് ആയിരുന്നു, ഒരുവിധം നമ്മുടെ ടീമും കാര്യങ്ങളൊക്കെ സെറ്റാണ്, നമ്മൾ ഓൾറെഡി റെഡി ടീമുണ്ട്. അതെ. ക്ലബ് ഹൗസ് ഞാൻ കണ്ടു, നല്ല പരിപാടിയാണ്. എനിക്ക് ഡൗട്ട് ഉണ്ട്, ഞാൻ അഭിനയിച്ചിട്ടില്ല. അവൻ ക്ലബ് ഹൗസ് ചെയ്യണ സമയത്ത് നമ്മൾ പരിചയമില്ലായിരുന്നു. അതെ, അവൻ പരിചയപ്പെട്ടതിന് ശേഷമാണ് അവൻ ഇങ്ങനെ പറയും ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങനെയായിരുന്നു കണ്ട്. കുഴപ്പമില്ല, അവൻ്റെ ബഡ്ജറ്റിലും അവൻ്റെ കയ്യിലും ഒതുങ്ങുന്ന രീതിക്ക് വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നമ്മള് കൂട്ടത്തിലിരിക്കുമ്പോഴത്തേക്ക് വട്ടത്തിൽ ലൂക്ക് കിട്ടുന്ന ഒരു ചങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആരായിരിക്കും നിങ്ങളുടെ സർക്കിളിൽ? നമ്മുടെ കൂട്ടത്തില് നമ്മള് ബിജോയിനെ ഊക്ക് കൊടുക്കാറുണ്ട്. ഞാൻ ഇടയ്ക്ക് അവനെ സ്ഥിരം ഊക്കും. അഭിജിത്ത് എന്നാണ്, ഈ അഭിജിത്ത് എന്നുള്ള പേരിനെ ഊക്കുന്ന ട്രോളുകൾ വരും. എനിക്ക് എന്താണെന്ന് അറിയാമോ, എനിക്ക് അത് മാത്രം. ഞാൻ ഡെയിലി കിടക്കുന്നതിന് മുന്നേ 3 ആഴ്ച കുറെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ മൈൻഡ് ചെയ്യാതിരുന്നു. എന്നിട്ട് ഞാൻ കുറെ നേരം മിണ്ടാതിരിക്കാം, ഇനി ഐക്യൂലായിരിക്കും പറഞ്ഞ വോയിസ് ഇടും.
ഇവന്റെ അഭിജിത്ത് എന്നുള്ള പേരിന് കുറെ ട്രോളുണ്ട്. ഇന്നലെ അയച്ചെടുത്ത് പിന്നെ ഞാൻ ആളിന്റെ ഇടയിൽ വെച്ചൊന്നും അങ്ങനെ നോക്കാറില്ല. പിന്നെ അവൻ മറ്റേ വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് ഫുള്ള് കോമഡി ഡയറക്ടർ ഫുൾ കോമഡി മൈൻഡാണ്. ഇപ്പോൾ ഇന്നലെ തന്നെ പറയുന്നത് നമ്മൾ ഇന്നലെ ഒരു കണ്ടന്റ് ഷൂട്ട് ചെയ്തു. അപ്പോൾ ഇവർ ഫുള്ള് മറ്റേ ഹൈ ലെവൽ കോമഡീസും ഈ ഇപ്പം പറഞ്ഞ പോലെ തന്നെ ഇവരൊരു സാധനം ഇടുമ്പോൾ തന്നെ മറ്റവർ പിടിച്ചു വരും. ഞാൻ എവിടെ നിന്നെങ്കിലൊക്കെ ആലോചിച്ച് ഞാൻ വർഷത്തിലൊന്നായിരിക്കും ഒരു കോമഡി പറയുന്നത്. ആ കോമഡിയും കൊണ്ട് പോകുമ്പോൾ ഒരുമാതിരി ചിരിക്കൂല, ഇങ്ങനെ നിൽക്കും. ഇവൻ പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും കോമഡി പറയാം. ഞാൻ ഇന്നലെ എന്തോ പറയാറിയപ്പോ വാമച്ച ഒരു തമാശ കേട്ടിട്ട് വരാം. എല്ലാരും കൂടെ ഇങ്ങനെ മുഖത്ത് നോക്കിയിരിക്കുമ്പോൾ തന്നെ എന്റെ പറയാനുള്ള കോൺഫിഡൻസ്. അതുപോലെ ഒരു കോമഡി സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് മാത്രം വേണം. അതെ, അത് ചെയ്യരുത്, കോമഡി നീ വിട്ടേക്ക്. അതെ. അപ്പൊ നമുക്ക് കുറച്ച് ടാസ്കിലോട്ട് പോയാലോ. കുറച്ച് ടാസ്ക് ഒക്കെ ഉണ്ടോ? പിന്നെ ഫണ്ണാണല്ലോ മെയിൻ. ഫസ്റ്റ് ചോദ്യം, സിംഗിൾ ലൈഫാണോ കമ്മിറ്റഡ് ലൈഫാണോ? സിംഗിൾ ലൈഫ്. കമ്മിറ്റഡ് ആയിട്ടില്ല ഇതുവരെ. കമ്മിറ്റഡ് ആവാത്തോണ്ടാണെന്ന് തോന്നുന്നത്. സിംഗിൾ ലൈഫാണ് നല്ലതെന്ന് തോന്നുന്നത്. അതുമല്ല കമ്മിറ്റഡ് ആയിട്ടുള്ളവർക്ക് ഒരു സ്വസ്ഥത ഇല്ലായ്മ പ്രത്യക്ഷ. ഇനി അവരുടെ പേഴ്സണൽ ലൈഫിൽ അവർ അടിപൊളിയാണോ എന്നറിയത്തില്ല. പക്ഷെ നമുക്കിടയിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് അവർക്ക് ടെൻഷനും വേണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളൊരു മുഖഭാവമൊക്കെ കാണുന്നുണ്ട്. ആരിലാണത് കണ്ടത്? പിന്നെ ചോദ്യം എവിടെ വന്നു എനിക്കറിയാം, ഞാൻ പറയില്ല. നമ്മളുടെ തന്നെ ഇപ്പോ അതുകൊണ്ട് വിട്ടേക്കാം. ആർക്കും മനസ്സിലായി കാണില്ല സംഗതി. എനിക്ക് തോന്നുന്നത് സിംഗിളാണ്. കാരണം ഫ്രീഡം, ഒരു ഫ്രീഡം ഉണ്ട്. പിന്നെ നമുക്ക് ചോദിക്കാനും പറയാനും ആരില്ലാതെ പറന്ന് നടക്കാം, ഇങ്ങനെ പറന്ന് നടക്കാം. അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഇവിടെ നീ എവിടെ അങ്ങനെ അങ്ങനെയൊന്നും ചോദിക്കാൻ ആരുമില്ല. അതുപോലെ നമ്മളങ്ങനെ വഴിയേറ്റി പോകണം അങ്ങനെ പരിപാടിയൊന്നുമില്ല. എന്നാലും നമ്മുടേതായ ആ ഒരു ഫീൽഡിൽ നമുക്കൊരു സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ പറയും പോലെ. നമുക്ക് ഇപ്പം എനിക്ക് ഏകദേശം പ്രായം പറയുന്നില്ല, ഒരു ഏജ് ഉണ്ട്. അപ്പോൾ കല്യാണം കഴിക്കേണ്ട സമയമായി എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ കഴിഞ്ഞു. മൂത്ത് നിന്റെ അത്ര ഇല്ല എന്തായാലും. നീ എന്നെക്കാട്ടി 3 വയസ്സിന് പറയുവാണ് ലൈഫാണ് ഇഷ്ടം. നീ പിന്നെ അതിന് 40 പേരെ പോയി പെണ്ണുണ്ടത്. ഓരോന്ന് മുടങ്ങുമ്പോഴും വന്ന് വിഷമിക്കും. ആറ്റുവാൽ അമ്പലത്തിൽ പോയി തമ്പായി എനിക്കൊരു പെണ്ണ്. അപ്പോ അപ്പോൾ ഇതേപോലെ വരുന്നുണ്ട്. അപ്പം ഈ സിനിമ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഈ 4 വർഷത്തോളം ഞാനൊരു കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു അതിന് മുന്നേ വരെ. അപ്പോൾ അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ ടൈമിൽ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ലെവലിൽ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ ഒരു പ്രോജക്റ്റ് ഓണാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പല കൂട്ടുകെട്ടുകളിൽ പെടാത്തതും അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്മിറ്റഡ് ആവാത്തതും ഈ പറഞ്ഞ സിനിമയിലേക്ക് എന്നെ ഉറച്ചു നിർത്താനായിട്ട്. കാര്യം വേറൊരു ഇതില്ല. ഇപ്പോൾ മറ്റത് ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന കുട്ടിയെ നോക്കണം, അതുപോലെ ബാക്കി കാര്യങ്ങൾ അതിൻ്റെ പുറകെ വരും. അപ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ച് നടക്കുന്നു എന്ന് പറയും. പൊളിറ്റിക്കലി അത് കറക്റ്റ് അല്ല. അത് എന്ത് പറ്റി? കല്യാണം കഴിച്ചുകൊണ്ടുവന്ന കുട്ടിയെ നോക്കണമെന്ന് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് സ്വയം അല്ലേ അവരെ നോക്കേണ്ട ആവശ്യമില്ല. അതെ, അങ്ങനെ നമ്മളെ നോക്കാൻ പറ്റിയ ഒരാൾ വന്നാൽ നല്ലത്, അത്രയും നല്ലത്. നമ്മളെ നോക്കാൻ പറ്റിയ ഒരാൾ വന്നാൽ അത്രയും നല്ലത്. എങ്കിലും ഓക്കെ. പക്ഷെ ഇന്ത മുജിക്കൊക്കെ എന്ത് വരാൻ? പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് എൻ്റെ. അങ്ങനെയൊന്നുമല്ല. ഇത് കണ്ടിട്ട് എത്ര പെട്ടെന്ന് കല്യാണം നടക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. അയ്യോ വേണ്ട, നമുക്ക് കുറച്ചും കൂടെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എന്റേതായിട്ടുള്ള ഞാൻ ഈ കേരളം വിട്ട് പുറത്തു പോയിട്ടില്ല. ഓക്കെ, അപ്പൊ അടുത്ത് ഞാനൊരു ഇംഗ്ലീഷ് വാക്ക് പറയും, അതിന് പ്രൊനൗൺസ് ചെയ്യാന്നുള്ളത്. എടാ പോടാ, നീ ചുമ്മാ പറ്റില്ല. വേറെ 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 ഇല്ലടാ, ഇവൻ ട്രൈ ചെയ്യും. ഞാൻ പറയൂല. ഒന്നാമത് ജലദോഷം എനിക്ക്. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഡയലോഗ് ഇന്നലെ ഒരു വീഡിയോ എടുത്താൽ ഞാൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുറെ ടേക്ക് എടുത്ത് ടങ് സ്ലിപ്പാണ്. മലയാളം പോലും കറക്റ്റ് കിട്ടല്ല. നീ കറക്റ്റ് അതും കൊണ്ട് തന്നെ വന്നിരിക്കും. എടാ നീ ചെയ്യടാ, നിന്റെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് ജനങ്ങൾ ഇതേപോലെ ഓരോ ആൾക്കാർ അന്ന് നീ നിന്നെ കൊണ്ട് കഴിയും എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫിലിം എടുക്കാൻ ഇത് നീ എഴുതി തന്നിട്ട് ഇപ്പൊ ഇമ്പോസിഷൻ എഴുതി ഞാൻ പഠിച്ചാൽ പോലും പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. നിനക്ക് പറ്റുമോ? ഇല്ല, സ്കിപ്പ് അടിച്ച് നന്നായില്ലേ? ഒന്നുകൂടെ പറടാ. ഹിപ്പോപ്പൊട്ടോ മോൺസ്റ്റർ എസ്കേപ്പഡിലിയ ഫോബിയ. ഹിപ്പോപ്പൊട്ടോ മോൺസ്റ്ററാ?
അവൻ 4 പ്രാവശ്യം നോക്കുന്നുണ്ട്. ഹിപ്പോപ്പൊട്ടാമോൺസ്റ്റസ് എസ്കെപെഡിലിയോഫോബിയ. ഇതെന്താ ശരിക്കും അർത്ഥം എന്താ അറിയോ? ശശി തരൂർ സാറ് പറഞ്ഞൊരു വേർഡാണ്. ശരിക്കും പറഞ്ഞാൽ ഈ നീളം കൂടിയ വാക്കുകൾക്കുള്ള പേടി, അതാണ് ശരിക്കും ഈ വാക്ക്. ഓ, ആ പേടി എനിക്ക് ഇപ്പൊ ഉണ്ട്. ആ വാക്കാണ് എനിക്കിപ്പോ ഉള്ളത്. അതെ അതെ അതെ, കേട്ടപ്പോ തന്നെ എന്തൊരു പുകമറ വന്നതുപോലെ. അതിന്റെ നമ്മൾ സ്കിപ്പ് ചെയ്യുകയും ചെയ്തടാ, നിസ്സാരം പോലെ. അത് വേണ്ടെന്ന് പറയും. പോയി കുത്തിയിരുന്ന് പഠിച്ചിട്ട് അത് വേണ്ട. കാണുന്ന ആൾക്കാര് അത് പറഞ്ഞു നോക്കട്ടെ. എന്നാ നമുക്കൊരു ചെറിയ ടങ് സ്ലിപ്പ് ഇട്ടുപോകും. സ്ലിപ്പ് ചെയ്തിരിക്കുന്നുണ്ട്, അപ്പൊ വളരെ എളുപ്പമായിരിക്കും. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. 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 ഓക്കെ, ഉരുളിയിൽ മുരളി കരളി പഠിക്കാൻ. ഒരളിയല്ല, ഒളരി. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിൽ മുരളി കളരി പഠിക്കാൻ പോയി. ഒളരിയിൽ മുളരി അല്ല, ഒളരിയിൽ മുളരി കളരി പഠിക്കാൻ പോയി. ഒളരിയിൽ മുളരി 2 പ്രാവശ്യം ശരിയാക്കിയിട്ടൊക്കെ വായും വെച്ച് ഉണ്ടായിരുന്ന പോരായിരുന്നു. കട്ട് ചെയ്യാൻ പറ്റും. തെറ്റിച്ച 2 പ്രാവശ്യം കട്ട് ചെയ്യാം. പേര് മണി പണി മണ്ണ് പണി. പേര് മണി പണി മണ്ണ് പണി. മണ്ണ് പണിയല്ലല്ലോ, മണൽ പണിയല്ലേ? ഇങ്ങനെ ആക്കിയ. ഓക്കെ, പേര് മണി പണി മണ്ണ് പണി. പേരുമണി പണി മണ്ണ് പണി. പേരുമണി പണി മണ്ണ് പണി. ഓക്കെ, പേര് പണി പേര് പണി മണിയാ. അപ്പൊ അതെ അതെ, ആക്ഷൻ കട്ട് പറയാൻ പറയാണ്. അതും തെറ്റു. പേര് മണി പണി മണല് പണി. അല്ല, പേര് മണി പണി മണ്ണ് പണി. പണ്ണ് പണി പണ്ണ് പണി. മണി പണി മണ്ണ് പണി. വേണ്ട, എല്ലാം പോയി. എന്തൊരു സീൻ ചേർന്ന് പറഞ്ഞോ, സുബിൻ അവിടെ നിന്ന് അഭിനയിച്ചും കാണിക്കും. അയ്യോ, ഒന്നും വരുന്നില്ല. അവൻ്റെ അടുത്ത് തുടക്കാം. ആ, അവിടെ ഉടക്കിയാൽ മതി. റെഡിയല്ലേ? രണ്ടുപേരും റെഡിയല്ലേ? ക്യാമറ റോളിംഗ് അല്ലേ? സൈലൻസ്, ആക്ഷൻ. താൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഇവിടെ 9:30 വന്നത്. നമ്മളൊരു കാര്യം പറഞ്ഞത് സിമിൻസ് അതിന് മുമ്പോട് വരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന് ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ എങ്ങനെ ശരിയാവും? അതിന് 9:30 ആദ്യം സൈലന്റ് ആയിട്ട് തുടങ്ങിയാൽ മതി. ആദ്യമേ ദേഷ്യപ്പെട്ട് തുടങ്ങണ്ട. സൈലന്റ് ആയിട്ട് തുടങ്ങിയിട്ട് അയാൾ പറയുന്നതിനെ വെച്ചിട്ട് നമുക്ക് നെഗറ്റീവായിട്ട് തോന്നുമ്പോൾ പറഞ്ഞാൽ മതി. റെഡി, റീടേക്ക്. റെഡി, ക്യാമറ റോൾ, ആക്ഷൻ. അല്ലേട്ടാ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ 9:30 ഇവിടെ നിൽക്കണേ. ബ്രോ, നമ്മളിപ്പോൾ ഒരു സാധനം ചെയ്യുമ്പോൾ അതിനുള്ള ടൈം എടുക്കും. ഇപ്പം നിങ്ങൾ വന്ന പാടെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. ഇറ്റ് വിൽ ടേക്ക് ടൈം. അല്ല ബ്രോ, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തണമല്ല. നമ്മളിങ്ങനെ ഒരു എത്തും ചെരുപ്പില്ല നടക്കണമെന്നും അല്ല, ഒരുപാട് പണിയുണ്ട്. അപ്പം ഞാൻ നിങ്ങൾ ഈ ഒരു 9:30 നിങ്ങൾ ചെയ്യുമെന്ന് പറയുമ്പോഴത്തേക്ക് 9:30 തുടങ്ങിയാലേ നമുക്കിത് 10:30 നിർത്തിയിട്ട് എനിക്ക് അടുത്ത പരിപാടിക്ക് പോകാൻ പറ്റും. നമ്മൾ ചുമ്മാ ഇരിക്കുന്ന ആൾക്കാരല്ല, അതുപോലെ പണിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരാണ്. അതെ, അപ്പം അത് നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കരുത്. നിങ്ങൾക്ക് സമയത്തിൻ്റെ വില അറിയാമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു പരിപാടി കാണിക്കരുത്. നമ്മൾ അത്രയും ഇതായിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. താല്പര്യം ഉണ്ടോ ചെയ്താൽ ഇല്ലേ ചെയ്യൊന്നും വേണ്ട. താല്പര്യം ഉണ്ടോ ചെയ്താൽ ഇല്ലേ ചെയ്യണ്ട. അതൊരുമാതിരി ബ്രോ, ഇതിനൊക്കെ മറുപടി പറയാൻ നിന്നല്ലേ അത് കൂടിപ്പോവും. ഞാൻ ഉള്ള കാര്യം പറയാം. നിൻ്റെയൊക്കെ തോന്നിയ ദിവസത്തിനല്ലേ ഇവിടെ ഞാൻ വന്നിരിക്കണത്, കേട്ടാ? എനിക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതിയാ. എനിക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതിയാ. ക്യാമറയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നു. ഇതൊക്കെ വേറെ രീതിയിൽ പുറത്ത് പോകുകൊണ്ട് മാത്രമേ ഞാൻ ഒന്നും പറയല്ല, കേട്ടാ? ഇത് വെളിയിലായിരുന്നെങ്കിൽ സാറിന് ചിലപ്പോൾ അടിക്കാൻ ജീവിച്ചു കളഞ്ഞവൻ. ഞാൻ നീ ഏതൊരു പോകുന്നറിയണ്ടേ? ഇതാണ് അവന്റെ പ്രശ്നം. സിനിമയിലും പലപ്പോഴും കട്ടുപിടിച്ചിട്ടില്ല.
അല്ല എനിക്ക് നമുക്ക് ഫൈനൽ വരെ കിട്ടണമല്ലോ ഈ പറയുന്ന പോലെ. ഇപ്പം ഒരു സാറിന് ഒരു സീക്വൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഷാർട്ട് കട്ട് ചെയ്യാം. അങ്ങനല്ല, എന്റെ ചിന്തയിൽ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം കട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ കുറച്ച് റീച്ച് കിട്ടിയാലോ. അതെ, അടിച്ചു. അതെ, ഒരു മിനിറ്റിൽ തീർക്കണമെന്ന് വിചാരിച്ചപ്പോ നിർത്താൻ പറയല്ലോ. ഇല്ല ഇല്ല, സിനിമ ഇത് നമ്മുടെ കോമഡി പടം അല്ലാത്ത കോമഡി പടമാണെങ്കിൽ നമ്മളെ കൈന്നിട്ട് പോയാലും കുഴപ്പമില്ല കട്ടുള്ളൂ. ഇത് പക്ഷെ നമ്മുടെ ഇത് ഈ പടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്ടറിന്റെ കയ്യിരിക്കുന്ന സാധനമാണ്. ആർട്ടിസ്റ്റ് ഒന്ന് നിന്ന് ഡയറക്ടർ പറഞ്ഞ ചെയ്തു കൊടുത്താൽ മാത്രമേ, കാരണം കഥയിൽ പോകുന്നൊരു സാധനമാണ്. നമുക്ക് എക്സ്ട്രാ ഒരു ഡയലോഗിൽ ഇടാനും പറ്റൂല, എന്നാൽ കഥയെ ബാധിക്കും അത്. ഈ ഒരു കഥാപാത്രം ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ സ്റ്റഡി, ഇപ്പം അഭിജിത്ത് എന്തായാലും ഒബ്വിയസ്ലി ഇത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരിക്കും ആസ് ആൻ ആക്ടർ. അപ്പോൾ അത് കൺവേ ചെയ്ത് തരുമായിരുന്നു അതോ അതിനെക്കുറിച്ച് ആ ഒരു ക്യാരക്ടർ സ്റ്റോറി ആദ്യം എൻ്റെ അടുത്താണ് പറഞ്ഞത്. എന്നിട്ട് ഈ ഞാൻ ചെയ്ത കഥാപാത്രം ഞാൻ തന്നെ ചെയ്യുമെന്ന് തന്നെയാണ് അന്നും പറഞ്ഞത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഇതിൽ എനിക്ക് ഹ്യൂമറോ ഒന്നും കൊണ്ടുവരാൻ പറ്റൂലെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാരണം ഈ ക്യാരക്ടർ ചെയ്യുന്നൊരു പ്രവൃത്തി ഒരു 4 പ്രാവശ്യമായിട്ട് ആ സിനിമയിൽ ഇതാക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഒരിക്കലും നമുക്ക് കൈന്നിടാൻ ഒരു സാധനം പോലും കൈന്നിട്ട് പറയാനോ ഒന്നും പറ്റില്ല. ഡയറക്ടറിൻ്റെ കയ്യിൽ ആ കഥ എങ്ങനെയാണോ അതനുസരിച്ച് പോകാനേ പറ്റൂ. ഓക്കെ, അപ്പം ഇപ്പോൾ സിനിമ റിലീസിനോടടുത്ത് തിയേറ്ററിലേക്ക് എത്താനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ ടാസ്ക് കൊടുത്താലും ഇപ്പോൾ അത്യാവശ്യം സിനിമകളിലെല്ലാം മീൻസ് വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരാളും കൂടെ ഇതിന്റെ ഡേറ്റ് കിട്ടാതിരിക്കുമെന്തോ. ചുമ്മാ ഇങ്ങനെ കേളത്തി ഞാൻ തന്നെ വിചാരിക്കും ഇതൊക്കെ എപ്പാ. അപ്പോൾ ഇപ്പോൾ ആക്ടർ എന്നുള്ള ഒരു ലെവലിലാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. സുബിനപ്പം ലൈക്ക് മൂവിയിൽ സ്വന്തമായിട്ടൊരു സാധനം ഡയറക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ എഴുതണം അങ്ങനെ എപ്പോഴും തോന്നുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗും ഡയറക്ഷനാണ് അപ്പം അതാണ് ഇപ്പോൾ എറണാകുളത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ടിങ് ഞാൻ ചെയ്തു തുടങ്ങിയ സാധനമാണ്. ഞാൻ പിന്നെ നമ്മുടെ ആടലോടകം ചാനലിൽ തന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കയറി അഭിനയിച്ചതാണ്. അപ്പം നമുക്ക് ഇത് എടുക്കുന്നതും അതിൻ്റെ ഔട്ട് കാണുന്നതൊക്കെയാണ് സന്തോഷം. ഞാൻ ഫ്രീ ആണ്, ഞാൻ അഭിനയിക്കും. ഇപ്പം ഞാൻ ചാൻസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയാലോ, എനിക്ക് ഡയറക്ടറിനെ കൊണ്ട് വരെ ചാൻസ് ചോദിപ്പിച്ച ഒരാളാണ്. ഭയങ്കര ക്രിയേറ്റിവിറ്റിയാണ്. ഞാൻ ഒരു സാധനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഹ്യൂമർ, ഞാൻ ഹ്യൂമർ. അതെ. അപ്പൊ ഞാൻ ഈ ഒരു അവസ്ഥയിൽ ആടലോടകം എന്ന ടീമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ വിക്രം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഒരു വലിയ കൂട്ടായ്മ, വലിയൊരു സ്റ്റാർ കാസ്റ്റിംഗ് കണ്ടു. അപ്പോൾ അതിലെ കുറച്ച് കഥാപാത്രങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ടീമിൽ അത് ആരൊക്കെ ആയിരിക്കും എന്ന് പറയും? വിക്രം സിനിമയിലെ ഓക്കെ, വിക്രമായിട്ട് ആരെ പ്ലേസ് ചെയ്യും നിങ്ങളുടെ കൂട്ടത്തിൽ? അതിന്റെ കാരണം കൂടി പറയണം. വിക്രമായിട്ട് അവനെ തന്നെ സെലക്ട് ചെയ്യാം, നല്ല ഏജ് ഉണ്ടല്ലോ. ഏജിൽ മാത്രം, അഭിനയത്തിലല്ല. മൂത്തതവനാണ്. ആദ്യത്തെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. ഇനി 2 ദിവസം അതിൽ ആശ്വസിക്കാം. ഇല്ല, ഞാൻ വേറെ നമുക്ക് അനീഷിനെ കൊണ്ടുവരാം. അനീഷിനെ എന്തുകൊണ്ടാണ് അനീഷിനെ വിക്രമായിട്ട് കൊണ്ടുവരാനുള്ള ഒരു? അനീഷ് ഇച്ചിരി മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പയ്യനാണ്. ശരിക്കും ഇത്തിരി എൻ്റെ ആക്ടിങ് ലെവലിൽ ഇത്തിരി മെച്ചൂരിറ്റി ഉള്ളതാണ്. അവൻ്റെ സ്കില്ലിനനുസരിച്ചുള്ള ഒരു ക്യാരക്ടർ ഇതുവരെ ചെയ്തിട്ടില്ല, പക്ഷെ അവൻ്റെ കപ്പാസിറ്റി എനിക്കറിയാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ശരിക്കും ഞാൻ അത് അനീഷിനായിട്ട് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ ചോദിക്കണേ. റിയൽ ലൈഫിൽ ശരിക്കും കലിപ്പനായിട്ടുള്ളൊരു ബോയ് ഫ്രണ്ട് ആണോ അനീഷ്? ആയിരുന്നോ? കാരണം നിങ്ങൾക്ക് കൂടുതൽ അറിയായിരിക്കും. നമ്മുടെ മുമ്പിലല്ല, നമ്മുടെ മുമ്പിൽ അങ്ങനെ ആയിട്ടേ ഇല്ല. ഇനി അവരുടെ വ്യക്തിപരമായിട്ടുള്ള സമയത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഓക്കെ ഓക്കെ ഓക്കെ. സന്ദനത്തിന്റെ ക്യാരക്ടർ ആരായിരിക്കും ചെയ്യാൻ പോകുന്നത്? ബിജോയ്. വിജയ് സന്ദനമായിട്ട് അതെ. കാരണം ഒരു അവനാണ്, അത് നമ്മുടെ കൂട്ടത്തിൽ അവനാണ്. ഓക്കെ, അമറായിട്ട് ആരെ പ്ലേസ് ചെയ്യും? അമർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫഹദ് ഫാസിൽ, സച്ചു റോളക്സ് ആയിട്ട് നീ എന്തും പറയാത്തെന്ന് ഞാനാണ് റോളക്സ്. അതിന്റെ വയലൻസ് കോമഡി ചെയ്തിട്ട് റോളക്സ്. ഇതിലെ ഈ പറയും പോലെ നമ്മൾ ഇപ്പം ഫുള്ളി കോമഡി ആണല്ലോ. ഞാൻ അപ്പോഴേ വിചാരിച്ചതാണ് സിനിമ ചെയ്യുന്ന സമയത്ത് ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് കോമഡി ആയിരിക്കും. പക്ഷെ സുബിൻ്റെ
ഈ പറഞ്ഞപ്പോൾ അനീഷിൻ്റെ കാര്യം പറഞ്ഞ തന്നെ സുബിൻ ഏതുവരെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കറിയാം, നമ്മൾ നിന്ന് കാണുന്നതാണല്ലോ. അപ്പോൾ സുബിൻ്റെ വേറൊരു ഫേസ് ഞാൻ കാണിച്ചു കൊടുക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിപ്പം ഇതിൽ പുറത്താവും. ഇപ്പോൾ റോളക്സും കൂടെ വരുമ്പം അതാ ഞാൻ പറയാൻ വന്നതാണ്. ഇത് ചെയ്തിട്ട് അയ്യോ ഡയലോഗ് ഇറങ്ങിവിടാ. ഡയലോഗ് എന്തോ പറയുന്നതെന്ന് 27 വർഷമായി ഒരു എസ് ആർ നോ സാർ സാധനം ഇല്ലടാ, അത് പറയാലോ. എടാ ജലദോഷം മുടി കൂടെ ഒന്ന് അഴിച്ചിട്ട് അറപ്പിച്ച് ഓക്കെ സാർ മതി, അത്ര മതി. എനിക്ക് ഡയലോഗ് അറിയാം. ക്ഷയം പിടിച്ച റോളക്സ് വയ്യ, ജലദോഷം വെച്ച് പറയുന്നത്. ആലോചിച്ച് നോക്കടാ, തീർന്നില്ലടാ അത്. രാമൈ മൊട്ട കറക്റ്റ് സെറ്റ് ചാടി ഇറങ്ങിട്ട് ഇങ്ങനെ ഒരു അതിൽ കട്ട്. അയ്യോ ശരിക്കും അങ്ങനെ ഒരു സിനിമ കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നൊക്കെ ഉള്ള ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ആഗ്രഹം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് വന്നിട്ടില്ല, കാരണം എന്റെ കപ്പാസിറ്റി ഇത്രയായിരിക്കും നല്ലതുപോലെ. നമ്മളുടെ ലിമിറ്റേഷൻസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അവിടേക്ക് എത്തിപ്പെടുന്ന ആഗ്രഹം ഒരു ആൾക്കാർക്ക് എന്ത് ചളം പടം എന്ന് പറയാതെ കുഴപ്പമില്ലടാ കണ്ടിരിക്കുക എന്ന് പറഞ്ഞ ടൈപ്പിലെങ്കിലും ഒരു പടം ഇറക്കണമെന്നേ ഇപ്പോൾ ഉള്ളൂ. അതെ, എൻ്റെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം, എങ്കിലും നമുക്ക് കുറച്ചെങ്കിലും കിട്ടുള്ളൂ. അപ്പം ഞാൻ എൻ്റെ സിനിമ ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്ക പോലുള്ള ഒരു ആർട്ടിസ്റ്റിനെ ചെയ്യാൻ വേണ്ടി എഴുതിയ സ്ക്രിപ്റ്റാണ്. അപ്പോൾ നമ്മൾ അത്രയും ആഗ്രഹിച്ചുകൊണ്ടാണ് എനിക്കിപ്പോൾ ചെയ്യാനെങ്കിലും പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ രാജുവേട്ടനെ കൊണ്ട് പൃഥ്വിരാജിനെ കൊണ്ട് ഒരു എൻ്റെ സിനിമയുടെ ഭാഗമായിട്ടൊരു പോസ്റ്റ് ഇടിക്കണം എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ്. നമുക്ക് ഈ പറഞ്ഞ ഷോർട്ട് ഫിലിം ചെയ്ത് വരുന്ന ഷോർട്ട് ഫിലിംസ് പറഞ്ഞപ്പോൾ പുള്ളി സിനിമ പോലത്തെ കണ്ടൻസ് മാത്രമേ ഇടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെയ്യാൻ പറ്റണം. അത് പക്ഷേ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഈ ട്രെയിലർ ലോഞ്ച് എനിക്ക് പൃഥ്വിരാജ് ചെയ്തു തന്നു, പൃഥ്വിരാജിൻ്റെ സൈറ്റ് വഴിയാണ് ചെയ്തത്. പൃഥ്വിരാജ് ഇന്ദ്രജിത്ത് അങ്ങനെ കുറച്ച് സെലിബ്രിറ്റീസ് ചെയ്തു തന്നു. അപ്പം ഞാൻ അതിൻ്റെ പോസ്റ്റർ തലേ ദിവസം ഇട്ടപ്പോൾ പോലും അതായത് നമ്മളെ പൃഥ്വിരാജ് തന്നെയാണെന്ന് ചോദിച്ച എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട്. ഈ കളിയായിട്ടാണ് ഈ പറയും പോലെ. അപ്പോഴും ഞാൻ പറഞ്ഞ കളിയെ പോസ്റ്റ് മാത്രമേ ഇടുന്നുള്ള ആളിടൂല, മനസ്സിലായി. അപ്പോൾ അതെനിക്ക് തോന്നി ഈ പറഞ്ഞ ഹൈപ്പിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് എത്തിക്കാൻ പറ്റില്ല നമുക്ക്, നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനത്തിലൂടെ എത്തുന്നുണ്ട്. അതെ, അത് ഭയങ്കര ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കാണുന്നത് മുകളിലോട്ടാണ്, അവിടേക്ക് എത്തിപ്പെടാൻ പറ്റിയ ഭാഗ്യം, എത്തിപ്പെടണമെന്നാണ് ആഗ്രഹം. എൻ്റെ തിരിച്ചാണ് കിട്ടിയതുകൊണ്ട് സംതൃപ്തി. ഞാൻ അവിടെ മനസ്സിലുള്ള സാധനം ഔട്ട് കിട്ടിയാൽ മതി. ഞാൻ ഒരു സാധനം പ്രതീക്ഷിക്കണമെങ്കിൽ ആ പ്രതീക്ഷിക്കുന്ന സാധനം തന്നെ കിട്ടണം. അത് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഡൗൺ ആവും. അതുകൊണ്ട് എന്നെ കൊണ്ട് ഇപ്പോഴത്തെ കപ്പാസിറ്റിയിൽ പറ്റണത് ആൾക്കാരെ ബോറടിപ്പിക്കുക, അവരൊരു 150 രൂപ കൊടുത്തിട്ട് പടം കാണുകയാണെങ്കിൽ അത് വർത്താണ് എന്ന് പറഞ്ഞാൽ മതി. ആ സ്റ്റെപ്പിൽ നിന്നിട്ട് ഞാൻ അടുത്ത സ്വപ്നം കാണും. അടുത്ത അങ്ങനെ കയറി പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സിനിമ തിയേറ്ററിലേക്ക് എത്തുകയാണ്, പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അപ്പോൾ നമ്മൾ വലിയ ഫിലിം മേക്കേഴ്സൊന്നുമല്ല, ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളിൽ നിന്നുകൊണ്ട് ഒരു കുഞ്ഞ് സിനിമ എടുത്തിരിക്കുകയാണ്. ഞാൻ ഒരു ചെറിയ വേഷം അത് ചെയ്തിട്ടുണ്ട്. എൻ്റെ സുഹൃത്താണ് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ പ്രതീക്ഷയാണ്, നമ്മുടെയൊക്കെ ഫസ്റ്റ് ചുവടുവെപ്പാണ് നമ്മുടെ ഈ ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്നുകൊണ്ടുള്ള. അപ്പോൾ നിങ്ങളും കൂടെ ഒരു ചെറിയ സപ്പോർട്ട് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കയറിപ്പോവും. തീർച്ചയായിട്ടും നമ്മളെ അങ്ങനെ നമ്മുടെ സ്വപ്നത്തിലോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം. അത്രേ പറയാനുള്ളൂ. പിന്നെ പടം ഇപ്പോൾ ഇറങ്ങുന്ന പല പടങ്ങളും ഓരോ പടവും ഓരോ കാറ്റഗറിയും ഓരോ ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ എങ്ങനെയായിരിക്കും ഇഷ്ടപ്പെടുകയും ഇഷ്ടപ്പെടാതിരിക്കാം, എല്ലാ തരത്തിലുള്ള ഒരു ഫീലിങ്സും വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിലും ജസ്റ്റ് നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു കലാരൂപം ഒന്ന് ജസ്റ്റ് കാണണം, നമ്മുടെ ഒരു കപ്പാസിറ്റി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. അതെ, നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയും പോലെ അത് ഡയറക്ടറിന് പറയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതെ തീർച്ചയായിട്ടും. പടം ഞാൻ കണ്ടതാണ്, അപ്പോൾ ഞാൻ തന്നെ ചെയ്തതാണ്. എന്നാലും ഞാനും നിങ്ങളെ പോലെയാണ്. ഞാൻ എൻ്റെ ഭാഗം ഡബ് ചെയ്യുന്ന ആ ഒരു പോർഷൻ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് നാളെ അത് അപൂർണമായിട്ട് ആ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്കെന്തായാലും ഞാൻ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എൻ്റെ മുഖത്ത് നോക്കി പറയും.
അത് വേറെ കാര്യം. അതായത് ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോജക്റ്റാണ്. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള വലിയ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 20 കോടി 30 കോടി രൂപയ്ക്കൊക്കെയാണ് ക്രൈം പ്രോജക്ട്സുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഒരു ബഡ്ജറ്റില്ല, നമ്മുടെ ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മുടെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ടും നമ്മുടെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമുണ്ട്. ഈ പറയും പോലെ ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകൾ വെച്ചിട്ടാണെങ്കിലും അവിശ്വാസം മതിയല്ലോ. ഒരു ഇപ്പം താരത്തിൻ്റെ ഒരു അപൂർണത നമ്മളതിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിനിമകൾ ഒരു താരത്തിൻ്റെ ഒരു പടമാണെങ്കിൽ 1-2 ദിവസം തിയേറ്ററിൽ ആളെ കയറ്റാൻ കഴിയുന്നുണ്ടെങ്കിലും പക്ക കണ്ടന്റ് കൊള്ളാമെന്നുണ്ടെങ്കിൽ മാത്രമേ സിനിമകൾ മൂവ് ചെയ്യുന്നുള്ളൂ. ആ ഇതിൽ എനിക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം എൻ്റെ സ്ക്രിപ്റ്റിലുണ്ട്. താരമൂല്യത്തിനേക്കാൾ അപ്പുറത്തേക്ക് കഥയും കണ്ടന്റും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾക്കാർ കയറുന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ മലയാള സിനിമ തന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞ ഈ ഇൻ്റർവ്യൂ കാണുന്ന പ്രേക്ഷകർ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ കാണുക. നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം നിങ്ങളുടെ ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുക. അത് ഈ പറഞ്ഞ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ കഴിയും. ആ രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പം നമ്മളോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് ഒരാളെങ്കിലും ഒരാൾ ആ തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അടുത്ത ഒരാളടുത്ത് പറയുക, പോയി കാണ്, നല്ല പടമാണെന്ന്. അതെ, 100% നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് വിഷസ്. അപ്പോൾ കുരുക്കിൽ തുടങ്ങി അധികം കുരുക്കിലൊന്നും പെടാതെ ഒരുപാട് നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ എന്നും കൂടെ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.